എല്ലാവരും സുഖമല്ലേ? ഇന്ന് കട്ടിപ്പത്തിരി അല്ലെങ്കിൽ നെയ്പത്തിരി എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ കാണിച്ചു തരാം. വേണ്ട കാര്യങ്ങൾ: 1 കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇടിയപ്പം പൊടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും നൈസായിട്ടുള്ള റൈസ് ഫ്ലവർ എടുത്താൽ മതി. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ, ഇത് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തത്. പിന്നെ കുറച്ച് കറുത്ത എള്ള്, അതൊരു ടീസ്പൂൺ. പിന്നെ ജീരകം, അതൊരു 1.5 ടീസ്പൂൺ. ജീരകം തേങ്ങേൻ്റെ കൂടെ അരക്കാനുള്ളതാണ്. പെരുംജീരകം ഒരു 1/2 ടീസ്പൂൺ. പിന്നെ ചെറിയ ഉള്ളി ഒരു 5-6 എണ്ണം, ഗാർലിക് ഒരു 2-3, പിന്നെ ഒരു കരിവേപ്പില, ഉപ്പ്, പച്ചമുളക് ഒരു 2-3 പച്ചമുളക് എടുത്തോ, എരിവിനനുസരിച്ചിട്ട്. ഇതൊക്കെ നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം. തേങ്ങ, ഗാർലിക്, ഷലോട്ട്സ്, പച്ചമുളക്, കരിവേപ്പില, പിന്നെ ജീരകം, ഇത്രയാണ് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. പെരുംജീരകവും സെസമി സീഡ്സും നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യേണ്ടതാണ്, അത് അരക്കണ്ട. ഇതൊന്നൊരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. സൈഡിൽ നമുക്ക് ഒരു പോട്ട് ചൂടാക്കാൻ വെക്കാം. അതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട് ഞാൻ. നെയ്യ് ഉരുകി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത തേങ്ങ ആഡ് ചെയ്യാം. അപ്പം നെയ്യ് കരിഞ്ഞു പോകാണ്ട് നോക്കുക. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്താൽ മതി. ഒരു 20 സെക്കൻഡ്സ് അതൊന്ന് ഹീറ്റിൽ മിക്സ് ചെയ്തെടുക്കുക. അതങ്ങനെ വേവ് ബ്രൗൺ ആവുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്താൽ മതി. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് പത്തിരിപ്പൊടിക്ക് ഒരു കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾ മാവിനനുസരിച്ചിട്ടൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പിടുക. പിന്നെ നമ്മളെ പെരുംജീരകം, അത് അരച്ചിട്ടില്ലല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ആ വെള്ളം ഒന്ന് തിളക്കുമ്പോൾ നമുക്ക് ഈ പത്തിരിപ്പൊടി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ക്ലംപ് ആവാണ്ട് വരാൻ വേണ്ടിയിട്ട് ഇളക്കി കൊണ്ടേയിരിക്കണം. എന്നിട്ട് പത്തിരിപ്പൊടി ഞാൻ സ്റ്റേജസ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ എല്ലാം കൂടെ കട്ടായി പോവും. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഈ സ്റ്റേജിലെല്ലാം ഗ്യാസ് വളരെ കുറച്ചിട്ട് വയ്ക്കുക. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ആ സെസമി സീഡ്സും ആഡ് ചെയ്ത് എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ചൂടിൽ തന്നെ ആ മാവ് വെന്തോളും. ഇനി അതൊന്ന് തണിയുന്ന വരെ അവിടെ വെച്ചിട്ട് നമുക്ക് പിന്നെ ഉരുട്ടിയെടുക്കാം. തണിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഈ ഒരു കട്ടിയിലാണ് ഉണ്ടാവുക. ഇതിനെ നമുക്കിനി പരത്തിയെടുക്കണം. ഒരു കട്ടിയായിട്ട് പരത്തിയെടുക്കാം. ആദ്യം ഒന്ന് ഉരുട്ടിയിട്ട് അതിനെ കൈ കൊണ്ടൊന്നിങ്ങനെ പരത്തിയിട്ട് പിന്നെ ഒരു കോലെടുത്തിട്ട് നമുക്കിങ്ങനെ ഫ്ലാറ്റാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കുക്കി കട്ടറോ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഓൾറെഡി എല്ലാ സ്പൈസസും ഒക്കെ ഉള്ളത് കാരണം വെറുതെ കഴിക്കാനും നല്ല രുചിയാണ്, കറിയോടെ കഴിക്കാനും നല്ല ഉണ്ടാവും. ഈ ഒരു തിക്നെസ്സിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 1 കപ്പ് മാവിന് എനിക്കൊരു 20 പത്തിരിയോളം കിട്ടിയിട്ടുണ്ട്. ഈ എണ്ണ ചൂടാക്കിയിട്ട്, ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതിലേക്ക് നമുക്ക് ഈ പത്തിരീനെ ഇട്ട് കൊടുത്തിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് സ്ലോലി അത് കുക്കാവട്ടെ. കുക്കായാൽ അകത്തൊക്കെ ഇങ്ങനെ ഉണ്ടാവും. പുറത്തെ ലെയർ നല്ല ക്രഞ്ചി ആയിട്ട് ഒരു ഷീത്ത് പോലെ ഉണ്ടാവും. അകത്ത് നല്ല സോഫ്റ്റായിട്ടും ഉണ്ടാവും. ട്രൈ ചെയ്ത് നോക്ക്. താങ്ക്സ് കേട്ടോ. ഇത് സ്നാക്കായിട്ടും കഴിക്കാം, ഒരു മെയിൻ ഡിഷായിട്ടും കഴിക്കാൻ പറ്റും.